പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന 7 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത് നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവ സാന്നിധ്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോടുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ദൈവത്തോട് പാപം ചെയ്തു. അപ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങൾ അയക്കരുത് എന്ന്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ദൈവം നമ്മോട് കൂടെ വാസം ചെയ്യുന്ന അനുഭവമാണ്. നാം ദൈവത്തോടും ദൈവം നമ്മോടും കൂടെ വസിക്കുന്ന ഒരു അനുഭവമാണ് ദൈവ സാന്നിധ്യത്തിൽ നാം വസിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ പാപം ചെയ്യുമ്പോൾ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയും വേർപാടും ഒക്കെ ആചരിക്കുന്നെങ്കിൽ മാത്രമാണ് ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛികമായി വരുന്ന പാപങ്ങൾ അല്ലെങ്കിൽ മനഃപൂർവ്വമായി നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുത്തും. രണ്ടാമത് നമുക്ക് നഷ്ടപ്പെടുത്തും ദൈവിക അനുഗ്രഹങ്ങളാണ്. മക്കൾക്കുള്ളതാണ് അനുഗ്രഹം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പാപം എന്നുള്ളത് പിശാചിൻ്റെതാണ്. ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റി പിശാചിനുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് പിശാച് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ ദൈവിക അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനോ കഴിയത്തില്ല. അപ്പോൾ മനഃപൂർവ്വമായി പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവിക അനുഗ്രഹം നഷ്ടപ്പെടുത്തുകയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കാമെങ്കിൽ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ ഉള്ളിനകത്ത് ഒരു പ്രത്യാശ നമുക്കുണ്ട്. കാരണം ക്രിസ്തു നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള പ്രത്യാശ, ക്രിസ്തു നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും എന്നുള്ള പ്രത്യാശ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് ലഭിക്കും എന്നുള്ള പ്രത്യാശ. അപ്പോ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു സംശയം ഉണ്ടാകും, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുമോ, ഈ കാര്യത്തിൽ ദൈവം എനിക്കൊരു വിടുതൽ നൽകി തരുമോ, ഈ വാഗ്ദത്തം എനിക്ക് സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉടലെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ദൈവിക ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 100% നമുക്ക് വിശ്വാസം ഉണ്ടാകും, ഞാൻ ദൈവ പൈതലാണ്, ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുന്നു, നിശ്ചയമായും എന്റെ കാര്യം ദൈവം നടത്തി തരും എന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കും. എന്നാൽ പാപം ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രത്യാശ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് വാഗ്ദത്തങ്ങളാണ്. വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യുന്നതല്ല. വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ദൈവം സ്നേഹമായിരിക്കുന്നത് കൊണ്ട്, നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മൾ മക്കളായതുകൊണ്ട് നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളാണ്. നമ്മുടെ തലമുറകൾക്ക് വാഗ്ദത്തം തരുന്നുണ്ട്. വാഗ്ദത്തം നമ്മുടെ സ്വപ്നത്തിൽ കൂടെയോ ദർശനങ്ങളിൽ കൂടെയോ വേദപുസ്തകം വായിക്കുമ്പോഴോ പ്രവാചകന്മാരിൽ കൂടെയോ ഒക്കെ നമുക്ക് വാഗ്ദത്തങ്ങൾ ദൈവം നൽകി തരാറുണ്ട്. ദൈവമക്കളെ, നമ്മുടെ വാഗ്ദത്തങ്ങൾ പലതും നടക്കാതെ പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് പാപം ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം പാപം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ദൈവമക്കളായിരുന്നപ്പോഴാണ് നമുക്ക് ദൈവം വാഗ്ദത്തം തന്നത്. നമ്മള് ദൈവമക്കളല്ലാതെ പോകുമ്പോൾ ഒരിക്കല് ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു, നമ്മള് മാനസാന്തരപ്പെടുന്നില്ല. പിന്നെയും നമ്മളോട് ദൈവം സംസാരിക്കും, നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല. നമ്മുടെ പാപങ്ങൾ വിട്ട് നമുക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ നിശ്ചയമായി നടക്കുകയില്ല. അടുത്ത നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യം സമാധാനമാണ്. യേശു പറയുന്നുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവിക സമാധാനം വാസം ചെയ്യുന്നു. നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്കിതെല്ലാം ചെയ്യുന്നത്. നിശ്ചയമായും താങ്കളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് സമാധാനം തരികയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് താങ്കൾക്കെതിരെ പിശാച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങളാണ് പ്രിയ കുഞ്ഞിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസം തകർത്ത് കളയാന്, ജോലി തകർത്ത് കളയാന്, നിന്റെ കുടുംബ ജീവിതം തകർത്ത് കളയാന് ഒക്കെ എപ്പോഴും പിശാച് നിന്നോട് കൂടെ ഉണ്ട്. എന്നാൽ നമ്മൾ ദൈവമക്കളായിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ദൂതന്മാർ നമുക്ക് വേണ്ടി എപ്പോഴും വാദിക്കും, യുദ്ധം ചെയ്യും. എന്നാൽ നമ്മൾ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല, നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ഉള്ളിനകത്ത് ഭയങ്കര കലക്കമായിരിക്കും. ഇന്ന് ഈ കലക്കങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാകാൻ കാരണം നിങ്ങളുടെ പാപങ്ങളാണ്. അപ്പോൾ പാപം ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സമാധാനമാണ്. അടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന നിത്യജീവനാണ്. നമുക്കറിയാം, ആദാമിനോട് ഹവ്വായോട് ദൈവം പറഞ്ഞ കാര്യം അതാണ്, നിങ്ങൾ പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. അപ്പോ നിത്യ മരണം നമ്മൾ സംഭവിക്കും. ഓൾറെഡി നമ്മൾ മരണം ഉണ്ടായിരുന്നു. ആദാമും ഹവ്വായും പാപം ചെയ്തു, പിന്നെ കയ്യൻ പാപം ചെയ്തു. അപ്പൊ നമ്മളെല്ലാം നിത്യ മരണത്തിന്റെ അവകാശികളായിരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരാൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് ഒരു മൃഗത്തെ യാഗം കഴിച്ചിട്ടാണ് ഒരു മോചനം പ്രാപിക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി എന്നേക്കുമായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമുക്ക് നിത്യമോചനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിത്യമോചനം ഉണ്ടായ ഒരു വ്യക്തി പിന്നെയും പാപം ചെയ്യുമ്പോൾ അവനിൽ ആ നിത്യജീവൻ നഷ്ടപ്പെടുകയും അവനിൽ നിത്യ മരണം ഉണ്ടാവുകയും ചെയ്യുന്നു.
അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അങ്ങനെയാണ്. അപ്പോ നമ്മൾ പാപം ചെയ്യുമ്പോൾ അടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. അടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവകൃപയാണ്. നമ്മൾ എപ്പോഴും ദൈവകൃപയാലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ പാപം ചെയ്യുമ്പോൾ കൃപയാൽ നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് രക്ഷയില്ലാത്ത ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, നമ്മൾ ഓടുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, മിനിസ്റ്റർ ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയാലാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. പക്ഷെ പാപം ചെയ്യുന്ന വ്യക്തി കുറച്ചു ദിവസമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റും. എന്നാൽ എന്നും അങ്ങനെ പോകാമെന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ നമുക്ക് പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ദൈവകൃപയാണ്. അപ്പൊ ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതെ പ്രാർത്ഥനയോടും വചന ധ്യാനത്തോടും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറുവാൻ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ.